കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടക്കുന്ന മുഖാമുഖം പരിപാടിയിൽ സംസ്ഥാനത്തെ സർവകലാശാലകൾ, മെഡിക്കൽ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, കേരള കലാമണ്ഡലം ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ പങ്കെടുക്കും. പാഠ്യേതര മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾ, യൂണിയൻ ഭാരവാഹികൾ തുടങ്ങി 2000 വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള മുഖാമുഖത്തിനെത്തും. 60 പേർ മുഖ്യമന്ത്രിയുമായി നേരിൽ സംവദിക്കും. നവവൈജ്ഞാനിക സമൂഹമായി കേരളത്തെ എപ്രകാരം മാറ്റാം എന്നതിലേക്ക് വിദ്യാർത്ഥികളുടെ അഭിപ്രായമാരായുന്ന വേദിയാണ് മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖം പരിപാടിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സമഭാവനയിൽ അധിഷ്ഠിതമായ ഒരു വികസിത നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഒരു നവവൈജ്ഞാനിക സമൂഹമായി കേരളത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത് നവകേരള സൃഷ്ടിയുടെ ഭാഗമായി എപ്രകാരം നടപ്പാക്കാം എന്നൊക്കെയുള്ള ആലോചനകളിൽ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായുക എന്നുള്ളതാണ് ഈ മുഖാമുഖം പരിപാടിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നവകേരള സൃഷ്ടിക്കായുള്ള വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ, പുതിയ മുന്നേറ്റങ്ങൾ, വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ മുഖാമുഖത്തിൽ ചർച്ചയാകും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന മുഖാമുഖത്തിൽ മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, ആർ ബിന്ദു, AK ശശീന്ദ്രൻ, വീണ ജോർജ്, സർവകലാശാല VC-മാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള പ്രഗത്ഭർ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവരും പങ്കെടുക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.